ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ പാറ്റേൺ പ്രിൻറ്റിങ് ഇൻ സി. എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് പാറ്റേൺ നമ്മൾ അങ്ങനെ സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലൈനിൽ ഒരു ഡിജിറ്റ്, സെക്കൻഡ് ലൈനിൽ 2 ഡിജിറ്റ്, തേർഡ് ലൈനിൽ 3 വാല്യൂസ്, എന്നുവെച്ചാൽ ഫോർത്ത് ലൈനിൽ 4 വാല്യൂസ്, ഫിഫ്ത്തിൽ അപ്പോൾ എത്ര ലൈനുണ്ടോ ആ എത്രാമത്തെ ലൈനാണോ ആ ലൈനിൽ അത്രയും വാല്യൂസ് ഉണ്ട്. പിന്നെ വരുന്നത് ഫസ്റ്റ് 1, പിന്നെ സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 2. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലെങ്ങനെ വരുന്നത് വെച്ചാൽ ഇതിപ്പോൾ റോ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു ഐ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ഒരു ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എത്ര റോ ഉണ്ടെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് വാല്യൂ എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് വാല്യൂ പ്രിൻ്റ് ചെയ്യിക്കാൻ നമ്മൾ 2 ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് ചെയ്തു, നമ്മളിവിടെ അടുത്ത ലൂപ്പ് നമ്മൾ ഫോർ ജെ ഈക്വൽ ടു 1 മുതൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ ഐ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലൈനിൽ 2 വാല്യൂസാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഐ ആണ് നമ്മൾ റോനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലൈനാകുമ്പോൾ 3 വാല്യൂസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജെ പ്ലസ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നമ്മളെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കണം. പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ പ്രിൻ്റ് ഓഫ് നമുക്ക് പെർസെൻറ്റേജ് ഡി ഇതൊക്കെ നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുക്കുക പെർസെൻറ്റേജ് ഡി പോകുന്നു. പിന്നെ നമുക്ക് ആ വാല്യൂസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ഐ ഇൻറ്റു ജെ എന്ന് നോക്കി നോക്കാം നമുക്ക്. ഐ ഇൻറ്റു ജെ. അപ്പോൾ ഇതുണ്ടോ, അതിൻ്റെ വാല്യൂ 1 ആകുന്ന സമയത്ത് 1 ഇൻറ്റു 1 നമുക്ക് കിട്ടി. അതിൻ്റെ വാല്യൂ 2 ആകുന്ന സമയത്ത് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ലൈനിൽ 2 തവണ വർക്ക് ചെയ്യും, മൂന്നാമത്തെ ലൈനിൽ 3 തവണ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തേർഡ് ലൈനാകുമ്പോൾ അതിൻ്റെ വാല്യൂ 3. അപ്പോൾ ഇത് 3 തവണ ജെൻ്റെ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ 1 ഇൻറ്റു 3, 2 ഇൻറ്റു 3 6, 3 ഇൻറ്റു 3 9 വരും. നമുക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളിവിടെ ഐൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, 1, ഐ ഈക്വൽ ടു നമ്മളിവിടെ 1 കൊടുത്തു. ജെൻ്റെ വാല്യൂ എന്തായി ഫസ്റ്റ് ടൈമിൽ, ജെൻ്റെ വാല്യൂ 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അപ്പോൾ 1 ആയതുകൊണ്ട് എന്ത് ചെയ്തു, 1 ഇവിടെ പ്രിൻ്റ് ചെയ്യിച്ചു. പിന്നെ അടുത്ത ടൈം അതിൻ്റെ വാല്യൂ 2 ആയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ജെൻ്റെ വാല്യൂ 1, 2 2 തവണ വർക്ക് ചെയ്യും. അപ്പോൾ 1 ഇൻറ്റു 1 2 പ്രിൻ്റ് ചെയ്യിച്ചു. 2 ഇൻറ്റു 2 4 പ്രിൻ്റ് ചെയ്യിച്ചു. അടുത്ത ടൈം അതിൻ്റെ വാല്യൂ എന്തായി, 3 ആയിട്ട് മാറിയിട്ടുണ്ട്. 3 ആയിട്ട് മാറുമ്പോൾ ജെൻ്റെ വാല്യൂ 1, 2, 3 3 തവണ ഈ ലൂപ്പ് ഇവിടെ വർക്ക് ചെയ്യും. ഇവിടെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 3 6 9. പിന്നെ അടുത്ത ടൈം 4 ആകുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ 4 ആകുന്ന സമയത്ത് എന്തായി, നമുക്ക് ഇവിടെ ജെൻ്റെ വാല്യൂ 1, 2, 3, 4. എന്താ വെച്ചാൽ ഈ ലൂപ്പ് നോക്കിയാൽ മതി. ഇവിടെ അതിൻ്റെ വാല്യൂ 4 ആകുന്ന സമയത്ത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 4 തവണ ഇവിടെ വർക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ വാല്യൂ 5 ആകുന്ന സമയത്ത് ജെൻ്റെ വാല്യൂ 4, ജെൻ്റെ വാല്യൂ വർക്ക് ചെയ്യും. 5 വരെ വർക്ക് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 5 10, 15, 20, 25 ഇങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നി ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് n ഈക്വൽ ടു 5 കൊടുത്തു നമ്മൾ. പിന്നെ ഇൻറ്റ് ഐ കോമ ജെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ 4 ഐ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഐ പ്ലസ് പ്ലസ്. അടുത്തത് നമ്മൾ ഇന്നർ ലൂപ്പിൽ 4 ജെ ഈക്വൽ ടു 1 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു
ഫസ്റ്റ് നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കും, കോമ I ഇൻറ്റു ജെ പ്രിൻ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഓരോ ലൈന് പ്രിൻ്റ് ചെയ്താലും നമ്മൾ അടുത്തത് നമ്മൾ ന്യൂ ലൈന് പ്രിൻ്റ് ചെയ്തു. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ GCC കൊടുത്തു, എന്നിട്ട് നമ്മൾ ഫയലിൻ്റെ പേര് കൊടുത്തു, pattern.c എന്ന് കൊടുത്തു, അതിനുശേഷം ഓൺ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള പേര് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ അത് കമ്പയർ ആയിട്ടുണ്ട്, വേറെ എറേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഡോട്ട് പാറ്റേൺ കേട്ടോ, നമ്മളെ പാറ്റേൺ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റോൻ്റെ എണ്ണം കൂട്ടിയാൽ നമ്മളിപ്പോൾ എന്നിൻ്റെ വാല്യൂ ലൈനിൻ്റെ വാല്യൂ ഇപ്പോൾ 7 ആക്കി. 7 ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്തു. നമ്മൾ ഇതൊന്ന് കമ്പയർ ചെയ്തു. അതിനുശേഷം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്താൽ പിന്നെ ഐയും ജെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓരോ ലൈനിലും പ്രിൻ്റ് ചെയ്യിച്ചു. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ, രണ്ടാമത്തെ ലൈനാണെങ്കിൽ 2 വാല്യൂസ്, മൂന്നാമത്തെ ലൈനാണെങ്കിൽ 3 വാല്യൂസ് പ്രിൻ്റ് ചെയ്യിച്ചു. ഓക്കെ, താങ്ക് യു.